സമരം ചെയ്യാൻ അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്ന ശിവൻകുട്ടിയെ പോലുള്ള വൃത്തികെട്ട CPM-ന്റെ MLA ഒക്കെ അടക്കം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രമടക്കം കാണുന്ന രീതിയിൽ സമരം ചെയ്തത്. അവരാണ് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരെ സമരം ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അവരോടൊക്കെയുള്ള ഒരു താക്കീത് മാത്രമാണ് ഈ ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാടോടുകൂടി തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം കാട്ടുകള്ള പിണറായി നമുക്കറിയാം, അങ്കമാലിയുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി എം ജോൺ, ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, തിരുവനന്തപുരത്തു നിന്നുള്ള MLA M വിൻസെൻ്റ് ഉൾപ്പെടെ UDF-ൻ്റെ പ്രമുഖരായ 3 നിയമസഭാ സാമാജികന്മാരെ ഇന്ന് നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിൽ സജീവ ചർച്ചയായിട്ടുള്ള കേരള മനസാക്ഷിയെ തൊട്ടുണർത്തിയ, പിടിച്ചുകുലുക്കിയ ശബരിമല പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളായ, ശബരിമല ശാസ്താവിൻ്റെ വിശ്വാസികളായ ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ജനങ്ങളുടെയും വികാരമാണ് നിയമസഭയിൽ UDF MLA-മാർ ഉണർത്തിയത്. അത് സഹിക്കാൻ പറ്റാതെ, അത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കാതെ സ്പീക്കർ പ്രമുഖരായ 3 MLA-മാരെ ആ പ്രതിഷേധത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ കേരളത്തിലെമ്പാടും കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇന്ന് പ്രതിഷേധ ജാഥ കൊണ്ടാണ് പ്രതിഷേധം അറിയിക്കുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഉജ്ജ്വലമായ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുവാൻ UDF-ഉം കോൺഗ്രസും തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ശാസ്താവിൻ്റെ പേരിൽ വിശ്വാസിയുടെ വേഷം കെട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും നമ്മുടെ കേരളത്തിൽ പല പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വേളയിൽ തന്നെ ഇവരുടെ വിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് ജനമനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശബരിമല ശാസ്താവിൻ്റെ ഒരു നടപടിയായിട്ട് മാത്രമേ ഇപ്പോഴത്തെ ഈ കൊള്ളയെ കാണുവാൻ കഴിയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തും, കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴും ഇപ്പോൾ വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോടുകൂടി ശബരിമലയിൽ ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. നമ്മളൊക്കെ ആദ്യ ദിവസങ്ങളിൽ കേട്ടത് ശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ ആ കവാടത്തിൻ്റെ വാതിലിൽ പതിച്ചിരുന്ന സ്വർണമാണ് കളവ് പോയത് എന്നാണ് ആദ്യമൊക്കെ നമ്മൾ കേട്ടത്. ഇപ്പോൾ അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത് കതകും കട്ടിളപ്പടിയും കളവായി കട്ടുപോയിരിക്കുകയാണ്. ഇനി അവിടെ അവശേഷിക്കുന്നത് ശാസ്താവിൻ്റെ ആ സ്വരൂപം മാത്രമാണ്. സ്നേഹിതരെ, വിശ്വാസികൾ ഒന്നടങ്കം ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശാസ്താവിൻ്റെ സ്വരൂപത്തിന് പോലും അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് കേരളം മുഴുവൻ കട്ടുമുടിച്ച സർക്കാർ അവസാനം ഇപ്പോൾ അമ്പലങ്ങളും പള്ളികളും കൊള്ളയടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയിൽ തന്നെ കൈവച്ചിരിക്കുന്നത്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ഒരു ചെറുവിരൽ അനക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ കളവിന് മുഴുവൻ ഉത്തരവാദിയായ നേതൃത്വം കൊടുത്ത ശബരിമല ദേവസ്വം വിജിലൻസ് മാത്രമാണ് ഇതുവരെ കേസന്വേഷണം നടത്തുന്നത്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെറുവിരൽ അനക്കുന്നില്ല. അവർക്കറിയാം കള്ളനാരാണെന്ന്. ഗവൺമെൻറ് നേരാവണ്ണം അന്വേഷിച്ചാൽ കള്ളനെ പിടിക്കും, കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗവൺമെൻറ് അനങ്ങാത്തത്. അനങ്ങാപ്പാറ നയം നടിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അനക്കുവാനും ശരിയായ അന്വേഷണം നടത്തിക്കുവാനും കള്ളന്മാരെ പിടികൂടുവാനും അതുവരെ സമരം ചെയ്യുവാനും UDF-ഉം കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ ഒരു സൂചന മാത്രമായിട്ടാണ് ഇന്നിവിടെ ഈ സമരം നടക്കുന്നത്. ഇങ്ങനെ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ച അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.